കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിൽ എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വത്സല മക്കളുമായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിന്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജത്തെക്കുറിച്ചാണ്. ഈ ലോക ജീവിതത്തിൻ്റെയും നിത്യജീവിതത്തിൻ്റെയും ഊർജ സ്രോതസ് എന്താണെന്ന് അമ്മ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ലോകത്ത് എത്ര നാൾ ജീവിക്കുന്നുവോ അത്രയും നാളും ഈ ഊർജ സ്രോതസ്സിൽ നിന്ന് ശക്തി പ്രാപിച്ച് ഈ ലോക ജീവിതത്തിന് വേണ്ടിയുള്ള ഊർജം ഉൾക്കൊള്ളുകയും നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ഊർജം സംഭരിച്ചു വെക്കുകയും ചെയ്യുവാൻ പരിശുദ്ധ അമ്മ വളരെ പ്രത്യേകമായി ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഈ സന്ദേശം അമ്മ നൽകിയത് ആർക്കാണ്? നമ്മുടെ നാട്ടിൽ പാലക്കാട് അടുത്തുള്ള കഞ്ചിക്കോട് റാണി ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള വിലപ്പെട്ട സന്ദേശമാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അമ്മ പറയുന്നത്, നമ്മളെല്ലാവരുടെയും ജീവിതങ്ങളിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമാധാനമാണ്. വ്യക്തിപരമായ ജീവിതത്തിലുള്ള മനസമാധാനം. 2, നമ്മളൊക്കെ കുടുംബങ്ങളിലാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള കുടുംബ സമാധാനം. നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് മാത്രമേ സമാധാനമില്ലാതെ ജീവിക്കുന്നതിൻ്റെ വേദനയും നൊമ്പരവും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുമ്പോൾ, ഇന്ത്യയിലായിരിക്കുമ്പോൾ, കേരളത്തിലായിരിക്കുമ്പോൾ ഗൾഫിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകണമെന്നില്ല. സമാധാനം തകർന്നടിയുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാകണമെന്നില്ല. അല്ലെങ്കിൽ ലെബനോണിലോ ഇസ്രായേലിലോ മറ്റ് യുദ്ധ ബാധിത പ്രദേശങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന മനുഷ്യന്റെ നൊമ്പരങ്ങൾ അതൊരുപക്ഷെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ അതിൻ്റെ വ്യാപ്തിയും ആഴവും നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് അനുഭവിക്കാൻ സാധിച്ചെന്നിരിക്കില്ല. ആ അവസ്ഥയിലൂടെ കാണുന്ന മക്കൾക്ക് അവർ സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്ന മക്കളെ നമുക്കറിയാം. കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കുടുംബ സമാധാനത്തിന്റെ വില മനസ്സിലാവുകയുള്ളൂ. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങള്, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള വഴക്ക്, ഡിവോഴ്സ്, സമാധാനം തകർന്നിരിക്കുന്ന കുടുംബങ്ങളിലുള്ള മക്കൾ ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയാ? ഒരല്പനേരത്തെ കുടുംബ സമാധാനത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഇന്ന് അനേകായിരങ്ങൾ. അപ്പം മനസ്സമാധാനം തകർന്നിരിക്കുന്ന എത്ര വ്യക്തി ജീവിതങ്ങൾ, ആത്മഹത്യയിലേക്ക് കടന്നു ചെല്ലുന്ന അനേകം ജീവിതങ്ങൾ. എന്തുകൊണ്ടാണ് ആത്മഹത്യയൊക്കെ ചെയ്യുവാൻ ആളുകൾ ഒരുമ്പെടുന്നത്? മനസ്സമാധാനം തകർന്നതുകൊണ്ട്. ഈ ലോകത്തെ പരിശുദ്ധ അമ്മ പറയുക, സമാധാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. സമാധാനം നിന്റെ കുടുംബത്തിൽ, നിന്റെ മനസ്സിൽ ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടണമെങ്കിൽ നീ ആശ്രയിക്കേണ്ട 2 കാര്യങ്ങളിലാണ്. ഒന്ന്, പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചും പരിശുദ്ധ ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ശക്തി സ്വീകരിച്ചും ഈ ലോകത്തിൽ നീ ജീവിക്കുകയാണെങ്കിൽ സമാധാനം സൃഷ്ടിക്കപ്പെടും. ഇത് പറയുമ്പോൾ ഇത്രയുള്ളോ എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മ പറഞ്ഞു തരുന്ന ഈ 2 ഊർജ സ്രോതസ്സുകൾ അത് ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടു കൂടി ഏറ്റെടുത്ത്
പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ വലിയ സമാധാനം സൃഷ്ടിക്കുന്ന സാക്ഷ്യങ്ങൾ അനേകരുടെ ജീവിതങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈ രണ്ട് ഊർജ സ്രോതസ്സുകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഒന്ന് ആഴമുള്ള വിശ്വാസത്തോടു കൂടിയും വലിയ ദൈവ സ്നേഹത്തോടു കൂടിയും വേണം നമ്മൾ ഇതിനെ സമീപിക്കുവാൻ. നമ്മൾ പറയുകയാണ്, അനുദിന ജപമാല പ്രാർത്ഥന ചൊല്ലി, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിന്നിലേക്ക് സമാധാനം അയക്കും. ഇത് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർത്തുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നമുക്കൊക്കെ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ അധരം കൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ഹൃദയം മറ്റെവിടെയൊക്കെ അലഞ്ഞു തിരിയുകയാണ്. ഹൃദയം ദൈവത്തിൽ ഉടക്കാതുള്ള അധരം കൊണ്ടുള്ള വ്യായാമമാണ് നമ്മുടെ ജപമാലയെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലശൂന്യമായി മാറുകയാണ്. ഇന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോട് ഹൃദയത്തെ തമ്പുരാന്റെ ജീവിതത്തെ ധ്യാനിക്കുന്ന രഹസ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ആഴമുള്ള വിശ്വാസത്തോടു കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അസമാധാനത്തിന്റെ കെട്ടുകൾ പൊട്ടുകയും സ്വർഗത്തിൽ നിന്ന് സമാധാനം ധാരയായി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, കുടുംബജീവിതങ്ങളിലേക്ക്, ലോകത്തിലേക്ക് ചൊരിയപ്പെടുന്നത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ ഇന്ന് വ്യക്തമാക്കുകയാണ്. അതിൽ നമ്മുടെ ഒരു എഫർട്ടുണ്ട് സഹോദരങ്ങളെ. ആർക്കാനും വേണ്ടി ഒക്കാനിക്കുന്ന പോലെയുള്ള നമ്മുടെ ജപമാല പ്രാർത്ഥന മാറ്റിവെച്ച് അല്പം ത്യാഗത്തോടുകൂടി ഹൃദയത്തെ കർത്താവിന്റെ കുരിശോടും പീഡാസനത്തോടും ജീവിതത്തോടും ചേർത്ത് വെച്ചുള്ള ഒരു ജപമാല പ്രാർത്ഥന, അവിടെയാണ് സ്വർഗം തുറക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മ പറയുകയാണ്. ഇനി അമ്മ പറയുന്നു, ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം. ചില സഹോദരങ്ങളൊക്കെ ഇപ്രകാരം പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അവിടുത്തെ ആരാധിക്കുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ചില വ്യക്തികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് എങ്ങനെയാ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്? അത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയല്ലേ? ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ച് വെച്ച് എന്തിനാ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്? സഹോദരങ്ങളെ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ വരുന്നത് ചിലപ്പോൾ ദിവ്യകാരുണ്യം എന്താണെന്നും ജപമാല എന്താണെന്നുമുള്ള ബോധ്യമില്ലാത്തത് കൊണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് പരിശുദ്ധ ജപമാല. എന്താണ് പരിശുദ്ധ ജപമാല? പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുന്നതാണ് പരിശുദ്ധ ജപമാല പ്രാർത്ഥനയെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മടിയിലിരുന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുന്നതിൽ എന്താണ് തെറ്റ്? അവിടെ ഒരു അപകടം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ തിരുമുഖത്തെയാ, പരിശുദ്ധ അമ്മയുടെ മുഖത്തെയല്ല. അത് വളരെ വ്യക്തമാകണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് അമ്മയുടെ തിരുമടിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈശോയുടെ മുഖത്തേക്കാണ്, ഈശോയുടെ കുരിശിലേക്കാണ്, അവന്റെ പീഡാസനത്തിലേക്കാണ്, അവന്റെ പരസ്യ ജീവിതത്തിലേക്കാണ്, കർത്താവിലേക്കാണ്. അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുക. നമുക്ക് പറ്റുന്നത് എന്താണ്? ഈശോയുടെ രഹസ്യങ്ങൾ നമ്മൾ ചെല്ലുമ്പോഴും പരിശുദ്ധ മടിയിലിരുന്ന് നമ്മൾ ഈശോയുടെ മുഖത്തേക്ക് നോക്കാൻ മറന്നുപോകും. അത് പാടില്ല. നമ്മൾ ഓരോ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഉദാഹരണമാണ് ദുഃഖത്തിന്റെ 1-ാം ദിവസം ഇവിടെ കർത്താവ് ഈശോ പൂങ്കാവനത്തിൽ വെച്ച് ചോര വിയർത്തതിനെയോർത്ത് നമ്മൾ ധ്യാനിക്കുക എന്ന രഹസ്യം ചെല്ലുമ്പോൾ, ഓരോ സ്വർഗ്ഗസ്നേഹ നന്മ നിറഞ്ഞ മറിയുമേ ചെല്ലുമ്പോൾ നമ്മൾ ആ പൂങ്കാവനത്തിലേക്ക്, ഗെത്സമൻ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലണം. ഈശോ ഇരിക്കും, നമ്മൾ ധ്യാനിക്കണം. നമ്മൾ ചിന്തയിൽ, അത് ഭാവനയിൽ നമ്മൾ കാണണം. അങ്ങനെ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയോടൊപ്പം ഗെത്സമൻ തോട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുക. അവൻ മുട്ടുമേൽ നിന്ന് രക്തം വിയർക്കുന്ന നമ്മൾ കാണുകയാണ്, മനസ്സിൽ ധ്യാനിക്കുകയാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ അതാണ് യഥാർത്ഥമായ ജപമാല പ്രാർത്ഥന. ഓരോ രഹസ്യങ്ങളും
നമ്മൾ അധരം കൊണ്ട് ഏറ്റുകൊണ്ട് പിന്നെ പല വിചാരത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അർത്ഥശൂന്യമായ പ്രാർത്ഥനയായി മാറുകയും. അവിടെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറയുകയാണ്, ജപമാല പ്രാർത്ഥന ഹൃദയം കൊണ്ട് ചൊല്ലി പ്രാർത്ഥിച്ചും ദിവ്യകാരുണ്യ നാഥനിൽ നിന്ന് ശക്തി സംഭരിച്ചും പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ നിനക്ക് സമാധാനം ലഭിക്കുകയും നീ സമാധാനത്തിന്റെ വക്താവായി മാറുകയും ചെയ്യും എന്നുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഇന്ന് അമ്മ നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന രീതി ഒന്ന് പരിശോധിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയില് ദിവ്യകാരുണ്യ ആരാധന എവിടെയൊക്കെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു അവിടെയൊക്കെ പോയി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ദിവ്യകാരുണ്യനെ ആരാധിച്ച് ശക്തി സ്വീകരിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു, പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയുടെ ദിവ്യകാരുണ്യ നാഥന്റെ മഹത്തായ രഹസ്യവും ശക്തിയും ഈ ലോകത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്ന്. കാരണം ലോകം അത്രമാത്രം തിന്മയുടെ പുറകെ പോകും. അമ്മ പറയുകയാ, ദിവ്യകാരുണ്യ നാഥന്റെ മഹത്വവും ശക്തിയും ഈ ലോകത്ത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമ്മളെ ഓരോരുത്തരെയുമാണ് പരിശുദ്ധി അമ്മ ഈ ബോധ്യം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വിളിക്കുന്നത്. അതിനാദ്യം നമ്മൾ തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് ശക്തി പ്രാപിക്കണം. നമ്മ പറയുകയാണ്, ദിവ്യകാരുണ്യനാഥൻ അവന്റെ മുൻപിൽ വലിയൊരു രഹസ്യമുണ്ട്. സ്വർഗത്തിന്റെ വലിയ രഹസ്യമാണ് ദിവ്യകാരുണ്യ ആരാധന അടങ്ങിയിരിക്കുന്നത്. മഹത്തായ രഹസ്യമാണ്. സ്വർഗത്തിന്റെ മഹത്തായ രഹസ്യത്തിലേക്ക് നമ്മളും പങ്കുചേരുകയാണ്. നമ്മൾ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്റെ പരിശുദ്ധിയെ പറയുക, ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പോയിരുന്നുള്ള ആരാധന എവിടെയെങ്കിലുമൊക്കെ എല്ലാ ദിവസവും നിനക്ക് നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെയൊക്കെ പല ഇടവകളിലും വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്ന അനേകം ഇടവകകളുണ്ട്. ചില ഇടവകളിൽ പ്രത്യേകം ദിവ്യകാരുണ്യ ആരാധന ചാപ്പലുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പകൽ മുഴുവനും രാത്രി മുഴുവനും ഒക്കെ ദിവ്യകാരുണ്യ ആരാധന നടത്താനുള്ള സ്ഥലങ്ങൾ ദൈവം ഈ ലോകത്ത് തന്നെ പലയിടങ്ങളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം കടന്നു ചെല്ലുവാനുള്ള ഒരു ത്യാഗമനോഭാവത്തോടും കടന്നു ചെന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാനുള്ള ആ രഹസ്യത്തിൽ നമ്മളെ തന്നെ പങ്കുചേർത്ത് ആ രഹസ്യം സ്വന്തമാക്കുവാനുള്ള ഒരു വിളിയാണ് പരിശുദ്ധി അമ്മ ഇന്ന് നമുക്ക് നൽകുന്നത്. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സ്വർഗത്തിന്റെ രഹസ്യങ്ങളാണ് ചുരുളഴിയപ്പെടുന്നതെന്ന് അമ്മ പങ്കുവയ്ക്കും. ആ സ്വർഗത്തിന്റെ മഹത്തായ രഹസ്യവും സ്വർഗത്തിന്റെ മഹത്തായ ശക്തിയുമാണ് ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ജീവിതത്തെ ഊർജ്ജസ്വലപ്പെടുത്തുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, നീ നിന്നെ തന്നെ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുമ്പോൾ, നീ നിന്നെ തന്നെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നീ നിന്നെ തന്നെ സമർപ്പിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിന്നിലുള്ള അനീതിയും തിന്മയും അശുദ്ധിയും കെട്ടടങ്ങുകയാണെന്ന് അമ്മ പറയും. നമ്മൾ നമ്മളെ തന്നെ നാഥന്റെ ദിവ്യകാരുണ്യനാഥന്റെ സ്ഥലം സമർപ്പിക്കുമ്പോൾ അവനിൽ നിന്നുള്ള ശക്തി കടന്നു വന്ന് നമ്മളിലുള്ള തിന്മ, അനീതി, അശുദ്ധി കത്തിച്ച് ചാമ്പലാക്കുകയാണ്. ഈ ഒരു ആഗ്രഹത്തോടെ വേണം ദൈവസന്നിധിയിലായിരിക്കുവാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, രക്തസ്രാവക്കാരി സ്ത്രീ തമ്പുരാന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളെ സുഖപ്പെടുത്തി. ദൈവത്തിന്റെ ശക്തിയാണ് ദിവ്യകാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ ഈ ശക്തിയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് അമ്മ പറയുക, ദിവ്യകാരുണ്യ സന്നിധിയിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ
ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് കടന്നു വന്ന് നിന്നിലുള്ള അനീതി കെട്ടടങ്ങും, നിന്നുള്ള തിന്മ വിട്ടുപോകും, നിന്നുള്ള അശുദ്ധി വിശുദ്ധീകരിക്കപ്പെടും. അത് സംഭവിക്കണമെങ്കിൽ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. അവന്റെ തിരുമുഖത്തെ ധ്യാനിച്ചുകൊണ്ട് അവൻ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റണം. പലപ്പോഴും സാധിക്കുമായിരുന്നിട്ടും ആ സാധ്യതകൾ ഏറ്റെടുക്കാതെ ദിവ്യകാരുണ്യനാഥനെ അവഗണിച്ചു പോകുന്ന അനേകം ജീവിതങ്ങളുണ്ട്. അത് അപകടകരമായി ഈ കാലഘട്ടത്തിൽ. ദിവ്യകാരുണ്യത്തിന്റെ മഹത്തായ രഹസ്യവും ശക്തിയും അനുഭവിക്കുവാൻ പലയിടങ്ങളിലും ദിവ്യകാരുണ്യ ആരാധനകൾ എഴുന്നള്ളിച്ചു വെച്ച് നമ്മളെ തമ്പുരാൻ വിളിക്കുമ്പോൾ അത് ഏറ്റെടുക്കാതെ മാറി നടക്കുന്ന മനുഷ്യന്റെ ആത്മാവിന്റെ അവസ്ഥ ശോചനീയമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു തരിക, ഇവിടെയാണ് നമ്മുടെ ശക്തി, ഇതിലാണ് നമ്മുടെ ശക്തി അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കൂടുതൽ ആരാധനയിലും ജപമാല പ്രാർത്ഥനയിലും ആയിരിക്കുവാൻ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ട്: നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ദൈവാനുഭവം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾ കൂടുതൽ ദൈവ സാന്നിധ്യം അഭിഷേകമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ കൂടെ സന്ദർശിക്കുക എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ അതേ കാര്യം ഡോൺ ബോസ്കോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കണമെങ്കിൽ നിന്റെ ഇടവക ദേവാലയത്തിന് മുമ്പിലൂടെയൊക്കെ പോകുമ്പോൾ ആ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് കൂടെ സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ സന്ദർശിക്കുക. അനേകരുടെ ജീവിതങ്ങളിൽ ഈ ശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കൂടെ സന്ദർശിച്ചുകൊണ്ട് എത്ര ജനങ്ങളാണ് ഇന്ന് അനുഗ്രഹം പ്രാപിച്ചിരിക്കുക, വിടുതൽ പ്രാപിച്ചിരിക്കുക, സൗഖ്യം പ്രാപിച്ചിരിക്കുക. ഇതിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, അമ്മയുടെ ഒരു ആഗ്രഹം അമ്മ പങ്കുവെച്ചു. അമ്മയുടെ ആഗ്രഹ പ്രകാരമാണ് സക്രാരിക്ക് ചുറ്റും ദിവ്യകാരുണ്യ ആരാധകരുടെ ഒരു പെരുമഴ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ ആഗ്രഹിക്കുന്നത്. സക്രാരിക്ക് ചുറ്റും, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിനും ചുറ്റും ദിവ്യകാരുണ്യ ആരാധകരുടെ ഒരു പെരുമഴ ഈ ലോകത്ത് സംഭവിക്കണം. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് അഭിഷേകമായി സമാധാനത്തിന്റെ കൃപാവരങ്ങൾ ഈ ലോകത്ത് ചൊരിയപ്പെടുന്നതെന്ന് പരിശുദ്ധ പങ്കുവയ്ക്കും. ഇവിടെയുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ശക്തിയാണ് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ ജപമാല എന്ന പ്രാർത്ഥനയും ദിവ്യകാരുണ്യ ആരാധനയും. വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ ഇപ്രകാരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്: ദിവ്യകാരുണ്യനാഥൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ആ ബോധ്യമാണ് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും പരമമായ ആനന്ദം. അതായത് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിയുമ്പോൾ, ഈശോയെ നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് കടന്നു വരുന്നു. വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷവും ഈ ദിവ്യകാരുണ്യനാഥൻ എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ശരീരത്തിലുണ്ട്. ആ ആഴമുള്ള ബോധ്യമാണ് കുർബാനയ്ക്ക് ശേഷം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നത്. ദിവ്യകാരുണ്യനാഥൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ സത്യം, ബോധ്യമാണ് എനിക്ക് ലഭിക്കുന്ന വലിയ പരമാനന്ദം. നമ്മൾ ദിവ്യകാരുണ്യനാഥന്റെ ആരാധന നടത്തി നമ്മൾ ദിവ്യകാരുണ്യ സ്ഥലത്ത് പോകുമ്പോൾ അവൻ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ദിവ്യകാരുണ്യനാഥൻ പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന് വേണമെങ്കിൽ തൻ്റെ സാന്നിധ്യം സ്വർഗത്തിൽ മാത്രം പരിമിതപ്പെടുത്താമായിരുന്നു. എന്നാൽ ദിവ്യ കാരുണ്യത്തിൽ എപ്പോഴും സന്നിഹിതനായിരുന്നു കൊണ്ട് അവൻ നമ്മോടൊത്ത് വസിക്കുവാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന്
സ്വർഗത്തിൽ പരിമിതപ്പെടുത്താമായിരുന്ന ദൈവ സാന്നിധ്യം അവൻ നമ്മളോടൊത്ത് വസിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭവം, സ്വർഗത്തിൽ പരിമിതപ്പെടുത്താമായിരുന്ന തൻ്റെ സാന്നിധ്യം ലോകത്ത് നമുക്ക് നൽകുവാൻ നമ്മളുടെ സ്നേഹത്തെ പ്രതി അവൻ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നുവെന്ന് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ വാക്കുകൾ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും അലക്സാണ്ട്രിയയിലെ സിറിൽ പുണ്യമാള് നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: നിങ്ങളുടെ ജീവിതങ്ങളിൽ അഹങ്കാരത്തിന്റെ വിഷവിത്ത് പൊങ്ങി വരുന്നത് നീ കാണുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അഹങ്കാരത്തിന്റെ വിഷവിത്ത് പൊങ്ങി വരുന്നത് നീ കാണുന്നുണ്ടെങ്കിൽ, നീ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടി വരിക. ദൈവമായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി എളിമപ്പെടുത്തി വിശുദ്ധ അപ്പത്തിൽ വേറൊരു രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവം നിന്നെ താഴ്മ പഠിപ്പിക്കും. ഈ സിറിൽ അലക്സാണ്ടർ പറയുകയാണ്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പലപ്പോഴും അഹങ്കാരമെന്ന വിത്ത് വളർന്ന് പന്തലിക്കാറുണ്ട്. അത് നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് കളയാറുണ്ട്, വ്യക്തി ജീവിതങ്ങൾ തകർക്കാറുണ്ട്. അഹങ്കാരം സിറിൽ പുണ്യാളൻ പഠിപ്പിക്കുകയാണ്, അഹങ്കാരത്തിന്റെ വിഷവിത്ത് നിന്റെ ജീവിതത്തിൽ പൊങ്ങി വരുന്നത് കാണുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഓടി വരിക. ദൈവമായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി വിശുദ്ധ അപ്പത്തിൽ എളിമപ്പെട്ട് വേറൊരു രൂപത്തിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവം നിന്നെ താഴ്മ പഠിപ്പിക്കും. ദിവ്യകാരുണ്യനാഥന്റെ ശക്തിയാണ് സിറിൽ പുണ്യാളനിലൂടെ നമുക്ക് പകർന്നു ലഭിക്കുന്നത്. പാസിയിലെ വിശുദ്ധ മേരി മാഗ്ദലിൻ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലുള്ള പ്രാർത്ഥന മറ്റേതൊരു പ്രാർത്ഥനയേക്കാളും വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ഒന്ന് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യനാഥനോടൊത്തുള്ള പ്രാർത്ഥനയാണ് ബലിയർപ്പണം. പിന്നെ ദിവ്യകാരുണ്യ ആരാധന. പാസിയിലെ വിശുദ്ധ മേരി മാഗ്ദലിൻ പഠിപ്പിക്കുക, ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലുള്ള പ്രാർത്ഥന മറ്റേതൊരു പ്രാർത്ഥനയെ കഴിഞ്ഞും വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. കാരണം ദൈവം സ്വർഗത്തിൽ എപ്രകാരം സന്നിഹിതനാണോ അതേ ദൈവം അതേപോലെ ദിവ്യകാരുണ്യത്തിലും സന്നിഹിതനാണ്. സ്വർഗത്തിൽ തന്റെ സിംഹാസനത്തിൽ ദൈവം എപ്രകാരം സന്നിഹിതനാണോ അതേ ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന പോലെ തന്നെ ദിവ്യകാരുണ്യത്തിലും സന്നിഹിതനാണ്. ഹല്ലേലൂയ! ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നത്. ആ ദൈവത്തെയാണ് മാലാഖമാർ സ്തുതിഗീതങ്ങളോടെ ആരാധനാ ഗീതങ്ങളോടെ പാടി പുകഴ്ത്തുന്ന തമ്പുരാനെയാണ് നീ ദിവ്യകാരുണ്യ സന്നിധിയിൽ കടന്നു എന്ന് ആരാധിക്കുമ്പോൾ നീയും ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥന, ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലുള്ള പ്രാർത്ഥന, ലോകത്ത് മറ്റെല്ലാ പ്രാർത്ഥനകളെ കഴിഞ്ഞും ശക്തിയുള്ള പ്രാർത്ഥനയാണെന്ന് പാസിയിലെ വിശുദ്ധ മേരി മാഗ്ദലിൻ പഠിപ്പിക്കുന്നു. 14-ാമത്തെ വയസ്സിൽ മരിച്ച് വിശുദ്ധനായ വിശുദ്ധ ഡൊമിനിക് സാവിയോ പഠിപ്പിക്കുകയാണ്, എനിക്ക് ഈ ലോകത്തിൽ ആനന്ദിക്കുവാൻ ദിവ്യകാരുണ്യ ഈശോയോടുള്ള ബന്ധം മാത്രം മതിയെന്ന്. ചിലപ്പോൾ ഇടവപ്പള്ളിയിലെ കുർബാനയ്ക്ക് പോകാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉപേക്ഷിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഓടിപ്പോകുന്ന ഡൊമിനിക് സാവിയോയെ നാം കാണുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ 14 വയസ്സുള്ള ഡൊമിനിക് സാവിയോ ദിവ്യകാരുണ്യത്തോട് വലിയ സ്നേഹത്തിൽ കത്തിജ്വലിച്ച വിശുദ്ധനാ വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഡൊമിനിക് സാവിയോ പറയാണ്, ഈ ലോകത്തിൽ എനിക്ക് ആനന്ദിക്കുവാൻ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹം മാത്രം മതി. അതായിരുന്നു ഡൊമിനിക് സാവിയോയ്ക്ക് ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശുദ്ധരും പരിശുദ്ധ അമ്മയും ഒക്കെ നമ്മെ ക്ഷണിക്കുന്നത് ഈ ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. ദിവ്യകാരുണ്യത്തിന്റെ മഹത്തായ രഹസ്യവും ശക്തിയും ഈ ലോകത്ത് വെളിപ്പെടുത്തി കൊടുക്കുന്ന അനേക സംഭവങ്ങൾ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില വ്യക്തികൾ വർഷങ്ങളോളം ഭക്ഷണവും പാനീയവുമില്ലാതെ ദിവ്യകാരുണ്യം മാത്രം കഴിച്ചു ജീവിച്ച വ്യക്തികൾ ഒരുപാട് പേര് നമ്മൾ
ഗൂഗിൾ സെർച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പോർച്ചുഗലിലെ വിശുദ്ധ അലക്സാണ്ടറിന ഡിക്കാസ്ത, അതാണ് തന്റെ ജീവിതത്തിൽ 13 വർഷം മറ്റൊരു ഭക്ഷണവും ജലവും കഴിക്കാതെ ദിവ്യകാരുണ്യം മാത്രം കഴിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. വാഴ്ത്തപ്പെട്ടവളായി അവളെ പ്രഖ്യാപിച്ചു. ഫ്രാൻസിലെ മാർത്തെ റോബിൻ എന്ന് പറയുന്ന ഒരു സഹോദരി 50 വർഷക്കാലം മറ്റ് ഭക്ഷണമോ ജലവോ കഴിക്കാതെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇവരിലൂടെയൊക്കെ പ്രകടമാകുന്ന ഇവർ രണ്ടുപേരും ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം, അനേകര്. ഡോക്ടർമാർ അവരുടെ ശരീരങ്ങളെ മെഡിക്കലായിട്ട് പരിശോധിച്ചു. ഭക്ഷണം കഴിക്കാൻ ഇത്രയും നാളും ജീവിച്ച ഒരു മനുഷ്യൻ മരിച്ചു പോകും. എന്നാൽ ദിവ്യകാരുണ്യത്തിന്റെ മഹത്തായ രഹസ്യവും ശക്തിയും ഇതുപോലെയുള്ള അനേകം ആത്മാക്കളുടെ ദൈവം ഈ ലോകത്ത് വെളിപ്പെടുത്തി തരുമ്പോൾ ദിവ്യകാരുണ്യ നാഥനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വ്യക്തിപരമായി പരിശോധിക്കുവാൻ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവ്യകാരുണ്യ ഈശോയുള്ള സ്നേഹത്തിൽ ആഴപ്പെടുന്നതിന് 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വ്യക്തിപരമായ പ്രാർത്ഥന. നമ്മൾ ആഴമായി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി, സമൂഹ പ്രാർത്ഥന മാത്രമല്ല, വ്യക്തിപരമായ പ്രാർത്ഥന. 2, ഈശോയോട് കൂടെ സമയം ചെലവഴിക്കണം. അത് വചനം വായിച്ചുകൊണ്ടാകാം, അത് ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടാകാം, മറ്റു രീതിയിലായിക്കോട്ടെ. ഈശോയോട് കൂടെ സമയം ചെലവഴിക്കുക. അത് കുരിശിന് വഴി ചൊല്ലിക്കൊണ്ടാകാം, ഈശോയോടൊപ്പം സമയം ചെലവഴിക്കും. 3, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുക. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി കടന്നു ചെന്ന് ആരാധന നടത്തണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥന, ഈശോയോട് കൂടെ സമയം ചെലവഴിക്കുക. 3, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ആരാധന നടത്തുക. ഈ 3 കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്യുമ്പോൾ കർത്താവുമായിട്ട് ആഴമുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടെ, എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ മാത്രം സ്വന്തമാക്കി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരുമുണ്ട്, എന്നും എപ്പോഴുമുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.